ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ആത്മഭാവങ്ങളെ, പുരാണ കഥകളിലൂടെയുള്ള യാത്രയിൽ ഇന്നത്തെ കഥ നാഗാസ്ത്രത്തിന്റെ കഥയാണ്. പ്രിയരെ, നാഗാസ്ത്രത്തെക്കുറിച്ച് കമ്പരാമായണത്തിൽ ഒരു കഥ ഉണ്ട്. പൗരാണിക കാലത്ത് പരാക്രമിയും ദുഷ്ടനുമായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. നാഗൻ എന്നായിരുന്നു അവന്റെ പേര്. സജ്ജനങ്ങളെ തെരഞ്ഞുപിടിച്ച് സംഹരിക്കുക നാഗന്റെ വിനോദമായിരുന്നു. അവന്റെ ഇത്തരം പ്രവൃത്തികളിൽ ലോകം ദുഃഖിതരായി മാറി. അവർ ബ്രഹ്മദേവനെ ഉപാസിച്ചു. ബ്രഹ്മദേവനാകട്ടെ പ്രജകളുടെ ദുഃഖം കണ്ടറിഞ്ഞ് അത്യുഗ്രമായ ഒരു യാഗം നടത്തി. ആ യാഗാഗ്നിയിൽ നിന്നും നാഗപാശം എന്നു പേരുള്ള ഭീകരസത്വം ഉയർന്നുവന്നു. നാഗപാശം കൂപ്പുകൈകളോടെ ബ്രഹ്മദേവനോട് തന്റെ കർമ്മം ആരാഞ്ഞു. ഹേ പൗരുഷശാലി, നാഗാസുരവധമാണ് നിന്റെ കർത്തവ്യം. ഉടൻ തന്നെ അവന്റെ പുരിയിലേക്ക് നീ യാത്രയാകുക. നിനക്കുള്ള ശക്തി ഞാൻ പ്രദാനം ചെയ്യുന്നു. ബ്രഹ്മദേവൻ ആജ്ഞാപിച്ചു. ബ്രഹ്മാവിന്റെ അഭിപ്രായപ്രകാരം നാഗപാശം പുറപ്പെട്ടു. അവൻ നാഗന്റെ വീരമഹേന്ദ്രമെന്ന പുരിയിൽ ചെന്നു നിന്ന് ഒരു ഹുങ്കാരം മുഴക്കി. ആ ശബ്ദം ശ്രവിച്ച മാത്രയിൽ നാഗപ്രജകളിൽ ഭീകരമായ മാറ്റങ്ങൾ പ്രത്യക്ഷമായി. ഗർഭിണികളായ നാഗപ്രജകളുടെ ഗർഭം മലസി ശിശുക്കൾ മരണമടഞ്ഞു. അവശേഷിച്ചവർ ഗുരുതരമായ രോഗത്തിന് ഇരയായി. കുപിതനായ നാഗൻ തന്റെ സൈന്യത്തെ നാഗപാശവധത്തിന് നിയോഗിച്ചു. ആർത്തിരമ്പി വന്ന ആ സേനയെയും നാഗപാശം ഹുങ്കാര ശബ്ദത്താൽ സംഹരിച്ചു. ഒടുവിൽ നാഗനും വധിക്കപ്പെട്ടു. ത്രിമൂർത്തികൾ സന്തുഷ്ടരായി നാഗപാശനെ അനുഗ്രഹിച്ചു. ശിവൻ ബ്രഹ്മാജ്ഞപ്രകാരം നാഗപാശനെ തന്റെ ഖണ്ഡാഭരണമാക്കി. ഒരിക്കൽ സമസ്ത ലോകവും ചുറ്റിവരാനുള്ള അനുവാദം നാഗപാശം ശിവനോട് ചോദിച്ചു. ശിവൻ അനുവാദം നൽകി. എന്നാൽ ശാൽമലി ദ്വീപിൽ മാത്രം പോകരുതെന്ന് അദ്ദേഹം വിലക്കി. നാഗപാശൻ യാത്രയായി. സർവ്വലോകവും അവൻ ചുറ്റി സഞ്ചരിച്ചു. ശാൽമലി ദ്വീപ് മാത്രം അവശേഷിച്ചു. ശിവന്റെ നിരോധനാജ്ഞ മറികടന്ന് അവിടവും സന്ദർശിക്കുവാൻ അവൻ തീർച്ചയാക്കി. അവിടുത്തെ നാഗങ്ങളാകട്ടെ നാഗപാശനെ ശ്രദ്ധിച്ചതേയില്ല. സർവ്വലോകവും വണങ്ങുന്ന തന്നെ ശാൽമലി ദ്വീപവാസികൾ ബഹുമാനിക്കുന്നില്ല. നാഗപാശൻ ക്രുദ്ധനായി കാര്യം അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഗരുഡൻ എന്നൊരു പക്ഷി ശ്രേഷ്ഠനുണ്ട്. അവൻ ദിനംതോറും ഞങ്ങളെ ഭക്ഷണമാക്കുന്നു. നീ അവനെ വധിക്കുക. എങ്കിൽ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കാം. നാഗപാശൻ അവരുടെ വെല്ലുവിളി ഏറ്റെടുത്തു. നിശ്ചിത സമയത്ത് ഗരുഡൻ എത്തിച്ചേർന്നു. മറ്റ് നാഗങ്ങളൊക്കെ രക്ഷപ്പെട്ടുവെങ്കിലും നാഗപാശൻ അചഞ്ചലനായി നിലകൊണ്ടു. നാഗപാശന്റെ അഹംഭാവം ഗരുഡനെ കുപിതനാക്കി. ഗരുഡൻ നാഗപാശനെ ആക്രമിച്ചു തുടങ്ങി. ചെറുത്തുനിൽക്കാൻ നാഗപാശൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. ഒടുവിൽ നാഗപാശൻ അഭയത്തിനായി ശിവഭഗവാനെ സമീപിച്ചു. ശിവഭഗവാൻ അവന് സംരക്ഷണം നൽകി. ഇനിമേലിൽ നിന്റെ വർഗക്കാരെ ആക്രമിക്കുന്നുവെങ്കിൽ നീ ഇവനെ വധിക്കുക എന്ന് പിന്തുടർന്ന് എത്തിയ ഗരുഡനോട് ആജ്ഞാപിക്കുകയും ചെയ്തു. ബ്രഹ്മാവാണ് നാഗപാശനെ അസ്ത്രമാക്കി മാറ്റിയത്. അതിനുശേഷം അവന് വൈകുണ്ഠത്തിൽ സ്ഥാനവും നൽകി. ഈ അസ്ത്രമാണ് നാഗാസ്ത്രം അഥവാ നാഗപാശം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്നേഹപൂർവ്വം രഞ്ജൻ കയനാടത്ത്.